അടുത്ത നമ്മുടെ കാഴ്ചകൾ മരങ്ങളുടെ കാഴ്ചകളാണ്. ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ, കാടുണ്ട്. അപ്പോൾ ആ കാടുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഈ കാടിൻ്റെ ഇടയിൽ കൂടെയാണ്, മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് പഴയ നടപ്പാതകളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് മരങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് പേരുകൾ പറഞ്ഞു തന്നു. ഇവിടെ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മരങ്ങൾ എന്ന് പറഞ്ഞാൽ ടമറിക്സ് സ്പെഷീസ് ഉണ്ട്, പിന്നെ ഈന്തപ്പനകൾ, അതുപോലെ അക്കേഷ്യ എന്ന് പറഞ്ഞ 2-3 ടൈപ്പ് മരങ്ങളുണ്ട്. അക്കേഷ്യ മുള്ളുള്ള തരം മരമാണ്. അതുപോലെ ഈ ഇവിടെ വെച്ചിട്ടുള്ള കൂടുതൽ മരങ്ങൾ ഡ്രോട്ട് ഫ്രണ്ട്ലിയാണ്, അതായത് വരൾച്ച ഉള്ള സ്ഥലങ്ങളിൽ, മരുഭൂമിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളാണെന്നാണ് കേട്ടത്. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞ ഉപയോഗം വേണ്ടി വരുള്ളൂ. അതായത് വരൾച്ചുള്ള പ്രദേശങ്ങൾ വെച്ച് കഴിഞ്ഞ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളാണെന്നാണ് കേട്ടുകൾ. പിന്നെ ഈ കാണുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ അടുത്ത കാലത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെറിയ ചെറിയ മരങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, ഇതെല്ലാം പുതിയതാണ്. അപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ വലിയൊരു കാടായി മാറും. ഈ കാണുന്നതൊക്കെയാണ് അക്കേഷ്യ എന്ന് പറഞ്ഞ വർഗത്തിൽപ്പെട്ട മരങ്ങൾ. അതുകൂടാണ്ട് ഈ പൂക്കളൊക്കെ ഉണ്ടാകുന്ന കുറച്ച് മരങ്ങളുണ്ട്. പാർക്കിസോണിയ എന്ന് പറഞ്ഞ മരങ്ങളുണ്ട്. അതുപോലെ ഗ്രീൻ ബാർക്ക്, യെല്ലോ ഫ്ലവേഴ്സ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന മരങ്ങൾ. എന്തായാലും മരങ്ങളുടെ ഭംഗി വളരെ അടിപൊളിയാണ് ഇവിടെയുള്ള വാദിയിലുള്ളത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. അത് മാത്രമല്ല, ഇത് ഇവിടെ തരുന്ന തണലിൻ്റെ അളവുണ്ടല്ലോ, നമുക്ക് പറഞ്ഞ് അറിയിക്കാനാവാത്തതാണ്. അതുമാത്രമല്ല, കിളികളുടെ ആവാസ വ്യവസ്ഥ, കിളികൾ കൂടി താമസിക്കുന്ന നമ്മുടെ നാട്ടിലുള്ളൊരു കാട്ടിൽ പോയി കഴിഞ്ഞാൽ അതേ അവസ്ഥയാണ് ഇവിടെ. നല്ല രസമാണ് കാണാൻ. അതുപോലെ ചില മരങ്ങളൊക്കെ ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്ന സമയമാണ്. ആ പൂവിനൊക്കെ വളരെ എന്താ പറയുക, നല്ല സ്മെല്ലാണ്. നല്ല സ്മെല്ല് നമ്മുടെ നാട്ടിലുള്ള എന്താ പറയുക, അത്തക്കളൊക്കെ ഇട്ട പോലെ ഇങ്ങനെ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്, ആ കാഴ്ച ഇപ്പോൾ കാണാം നമുക്ക്. ഇവിടെ കുറച്ച് മഞ്ഞ കളറിലെ പൂക്കളൊക്കെ കണ്ടല്ലോ. ഇതെല്ലാം പുതിയ ചെടികളാട്ടോ, പുതിയ മരങ്ങളുടെ തൈ വെച്ച് പിടിപ്പിച്ചതാണ്. വർഷം ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ടെന്നാണ് കേട്ടത്. ഈ കാണുന്ന മരങ്ങളൊക്കെ ഇവിടെ സ്വാഭാവികമായിട്ട് പണ്ട് കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണെന്ന് തോന്നുന്നു, ഈ വലിയ മരങ്ങളൊക്കെ. ശരിക്കും ഈ ഇതിൻ്റെ ഇടയിൽ പുല്ലൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വന്നിട്ട് ഇരിക്കാനും ഒക്കെ വളരെ നല്ല സൗകര്യമാവും. ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു പാർക്കായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ മണ്ണും കല്ലൊക്കെ ആയതുകൊണ്ടാണ് ആളുകൾ അത്ര വന്നിട്ട് ഇവിടെ ഇരിക്കാത്തത്. ഈ പുൽത്തകടിയൊക്കെ ഉള്ള ഏരിയയിലാണ് ആളുകൾ പോയിരിക്കുള്ളൂ. ഇത്തരം സ്ഥലങ്ങളൊന്നും വന്ന് ഇരിക്കാറില്ല. തന്നെ ഞാൻ ആ പറഞ്ഞ മരം, മഞ്ഞ പൂക്കളായിട്ടുള്ള അടിപൊളി സ്മെല്ലാണ് ഇതിൻ്റെ. ഓണത്തിന് അത്തക്കളട്ട പോലെ അത് പൂക്കൾ വീണ് കിടക്കുന്ന കണ്ടോ. ഇതിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗിയും അതിൻ്റെ മണം നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാം. ഇപ്പോൾ പൂക്കൾ ഉണ്ടാവുന്ന സീസണാണ്. എന്തായാലും റിയാദിലുള്ള ആൾക്കാർ പലരും ഇവിടെ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. റിയാദിൻ്റെ പുറത്തുള്ള ആൾക്കാർ, ജിദ്ദ, ദമാം എന്നുള്ള ആൾക്കാരൊക്കെ റിയാദ് വിസിറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് അതൊക്കെ. വാദി ഹനീഫയുടെ അകത്തുള്ള ഈ കാടുകളൊക്കെ. അപ്പോൾ ഈ സമയത്താണിത് പൂക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, ചൂട് തുടങ്ങിയിട്ടില്ല, ആ ഒരു സമയമാണിപ്പോൾ. നല്ല ഫോട്ടോഗ്രാഫിക്കൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്, കപ്പിൾ ഫോട്ടോഗ്രാഫിക്കൊക്കെ.
ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.